സംശയം ചോദിച്ചു, നിർബന്ധമാണോ ടീച്ചറേ ഇത്? നിർബന്ധമല്ലാതെ നമ്മൾ എന്തെങ്കിലും പരിപാടി നടത്തുമോ? എല്ലാം നിർബന്ധമാണ് അല്ലേ? നിങ്ങൾ സ്കൂളിൽ വന്ന് പുസ്തകം തുറന്ന് പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ നിർബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതുകൊണ്ട് നിർബന്ധമാണോ എന്ന് ചോദിക്കേണ്ടതില്ല. ഈ നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് ഇതേ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഇതിനെ എടുക്കണം. ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞു, എല്ലാ ഭാഷകളും പ്രധാനമാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി അല്ലെ? രാഷ്ട്രഭാഷ, നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. നമ്മുടെ മാതൃഭാഷ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഏതാ? മലയാളം. അപ്പൊ നമ്മുടെ ഇന്ത്യ ഒട്ടുക്കും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്നതുകൊണ്ട് നമ്മളും അത് നിർദ്ദിഷ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദി അധ്യാപകര് വളരെ പ്രഗത്ഭരാണ്. അറിയാലോ ഒക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇപ്പൊ ശനിയാഴ്ച സുഗമ ഹിന്ദി പരീക്ഷ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത 152ഓളം കുട്ടികൾ പങ്കെടുത്ത സുഗമ ഹിന്ദി പരീക്ഷ നടന്നു. വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ മാർക്കൊക്കെ വരുമ്പോ കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മുടെ ഈ സുരീരി ഹിന്ദി പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കണം. നമ്മുടെ രായനെല്ലൂരിന്റെ പേര് ഇതൊക്കെ കൊടുക്ക എന്ത് വേണം? മികവിന്റെ പ്രവർത്തനങ്ങളായിട്ട് മാറണം അല്ലേ? മികവിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം. വേണ്ടേ? വേണ്ടേ? ഇവിടെ പറയുന്നതിന് സമാധാനം പറയും. മികവിലെത്തണ്ടേ? ഓരോ കുട്ടിയും മികവിലെത്തണം. എല്ലാ കുട്ടികളും മികവിലെത്തുമ്പോഴാണ് വിദ്യാലയം അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ അല്ലെ? പഠനം അതിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ എല്ലാ കുട്ടികളും മികവോടെ പഠിക്കണം. അതാണ് ടീച്ചറിന് അസംബ്ലിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയത്. അപ്പൊ നിങ്ങള് ഇവിടെ നൽകുന്ന ഹിന്ദി അധ്യാപകർ നൽകുന്ന എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായും വൃത്തിയായും പിന്നെ നിങ്ങളെ ഓരോരുത്തരും വിജയിക്കണം എന്ന രീതിയിൽ തന്നെ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് ഈ സുരീരി ഹിന്ദി പരിപാടി 5ാം തരത്തിലെ സുരീരി ഹിന്ദി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങളെ ഓരോരുത്തരെയും ഇവിടുത്തെ അധ്യാപകരെയും അറിയിച്ചുകൊണ്ട് ടീച്ചറുടെ എളിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടൊരു ഭാഷ ഏതാണ്? അപ്പൊ നിങ്ങളുടെ ഇഷ്ടം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സജ്ജീകരണങ്ങളൊക്കെ കൊണ്ട് ഒരുക്കിയത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതൊരു വേണ്ടതാണ്. ടീച്ചറോട് ചോദിച്ചതിന് ഉത്തരമാണത് അല്ലേ? എന്തൊക്കെയോ ഒരു പ്രാധാന്യം അതിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പീക്കറും പ്രൊജക്ടറും എല്ലാം വെച്ചിട്ട് ഇവിടെ ഗംഭീരമാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ ഇതിന് സഹകരിക്കണം. നിങ്ങൾക്ക് ഒന്നുകൂടി ഭാഷയോടുള്ള ഇഷ്ടം കൂടും. പാട്ടുണ്ടാവും, കളി ഉണ്ടാവും, കഥ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടി നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണം. എല്ലാ സ്കൂളിലും ഉണ്ട്. അപ്പൊ ഏറ്റവും മികച്ചതായി ചെയ്തത് നമ്മുടെ സ്കൂളാണെന്ന് അറിയിക്കണം. ചെയ്യില്ലേ? കാരണം നിങ്ങളുടെ താല്പര്യമാണ് സുഗമ ഹിന്ദിയിലൊക്കെ കണ്ടത്. ഇത്രയും കുട്ടികൾ ഇതിൽ പങ്കെടുത്തു, നല്ല രീതിയിൽ അത് എഴുതി. ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ അതിന് നല്ല A ഗ്രേഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ് വരും. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക അല്ലെ? അത് നമുക്കൊരു ഹിന്ദി എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിന് വിതരണം ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഇതിൽ പങ്കെടുക്കണം. सबको धन्यवाद। सभी को नमस्कार। हमारा सुरीली हिंदी 5वीं कक्षा का कार्यक्रम शुरू होने वाले। आप सब लोग तैयार हो? सब लोग तैयार हो? तो ठीक है, हम अपने कक्षा यहीं शुरू करते हैं। सभी लोगों को एक बार फिर से सुरीली हिंदी 2023-24 कार्यक्रम में स्वागत है।
ये ऐनक है साथी की, ये चीते के साथी की. എല്ലാവരോടും എന്തൊരു രണ്ട്
बार गा के देंगे ഒരു വട്ടം പാടി തരിക കേട്ടോ ഒപ്പം പാടണേ നോക്കുക धमक धमक आता हाथी धमक धमक जाता हाथी धमक धमक आता हाथी धमक धमक जाता हाथी अपनी सूंड उठाता हाथी अपनी सूंड गिराता हाथी अपनी सूंड उठाता हाथी अपनी सूंड गिराता हाथी जब पानी में जाता हाथी भर भर सूंड नहाता हाथी जब पानी में जाता हाथी भर भर सूंड नहाता हाथी धमक धमक आता हाथी धमक धमक जाता हाथी कितने केले खाता हाथी ये तो नहीं बताता हाथी कितने केले खाता हाथी ये तो नहीं बताता हाथी धमक धमक आता हाथी धमक धमक जाता हाथी धमक धमक आता हाथी धमक धमक जाता हाथी अपनी सूंड उठाता हाथी अपनी सूंड गिराता हाथी जब पानी में जाता हाथी भर भर सूंड नहाता हाथी जब पानी में जाता हाथी भर भर सूंड नहाता हाथी धमक धमक आता हाथी धमक धमक जाता हाथी कितने केले खाता हाथी ये तो नहीं बताता हाथी कितने केले खाता हाथी ये तो नहीं बताता हाथी धमक धमक आता हाथी धमक धमक जाता हाथी ओके अपनी सूंड गिराता हाथी जब पानी में जाता हाथी भर भर सूंड नहाता हाथी धमक धमक आता हाथी धमक धमक जाता हाथी कितने केले खाता हाथी ये तो नहीं बताता हाथी धमक धमक आता हाथी धमक धमक आता हाथी धमक धमक जाता हाथी धमक धमक जाता हाथी देख खुशी से भूल गए दोनों बाहें मम्मी के डाल गले में झूल गए और क्या टिल्लू जी स्कूल गए बस्ता घर पर भूल गए रस्ते भरते डरे डरे स्कूल पहुंचकर अरे अरे छुट्टी का नोटिस चिपका देख खुशी से भूल गए दोनों बाहें मम्मी के डाल गले में झूल गए डाल गले में झूल गए
പോയി ബസ്ത ഘർപ്പർ ഭൂൽ ഗയേ. ബാഗ് മറന്നു വെച്ചു. വഴിയിലൊക്കെ പേടിച്ചിരുന്നു. രസ്തേപ്പർ എങ്ങനെയിരുന്നത്? ധരേ ധരേ. സ്കൂൾ ഫംഗ്ഷൻ എത്തിയപ്പോഴോ അരേ അരേ. എന്താ കാര്യം? അവിടെ എന്താ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്? ചുറ്റി ഇവിടെ ലീവാണ്. നല്ല സന്തോഷമല്ലേ? ബാഗ് ഇല്ലാതെ പോയ എന്തൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാൻ ബാഗ്
एक पेड़ से बागी बागी आती है, एक गिलहरी एक पेड़ से बागी बागी आती है, एक गिलहरी नीचे बैठी उसको पास बुलाती है, एक गिलहरी नीचे बैठी उसको पास बुलाती है, दोनों मिलकर नाच रही है, अपनी पूंछ उठा करके, दोनों मिलकर नाच रही है, अपनी पूंछ उठा करके। इतना सुंदर नाच देखती एक मोरनी आकर के, इतना सुंदर नाच देखती एक मोरनी आकर के, एक मोरनी आकर के।
चुरा तू आना, हवा गा रही तुम भी आना, घाने में खो जाना। हवा गा रही तुम भी गाना, घाने में खो जाना। नदी किनारे गोद दरा की हरा मखमली पाना, नदी किनारे गोद दरा की हरा मखमली पाना। वहीं पेड़ पूरे पर पूछाया, एक घोंसला एक घोंसला, एक घोंसला सब चिड़ियों ने मेहमानों के लिए बनाया। उसमें जा सो जाना, रात लोरिया नदी गाएगी, पंख पसारे परी आएगी। रात लोरिया नदी गाएगी, पंख पसारे परी आएगी। सुबह गाएगी चिड़िया रानी, तुम्हें जगाने गाना। नदी चढ़ी है आना, तुम भी आना, तुम भी आना। लगी थी। उन्होंने बारी बारी से खाने का सोचा। पहले बड़ा भाई खाना खाने घर गया, छोटा भाई खलिहान पर ही रुका रहा। वो सोचने लगा, भाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी। ये सोचकर उसने अपनी ठेर से कई टोकरी गेहूं लेकर बड़े भाई वाले ठेर में मिला दी। बड़ा भाई थोड़ी देर में खाकर लौटा। छोटा खाना खाने घर चला गया। बड़ा भाई सोचने लगा, मेरा तो परिवार है, बच्चे हैं, वे मेरा ख्याल रख सकते हैं, लेकिन छोटा भाई अकेला है, उसे देखने वाला कोई नहीं है। उसे
ज्यादा गेहूं की जरूरत है। उसने अपने ठेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ठेर में मिला दिया।
जाने क्या चिड़िया से कहती है, धीरे धीरे नदियाँ बहती है, चिड़िया कुछ नदिया से कहती है। धीरे धीरे नदियाँ बहती है, मुझे पता है बादल से वो क्या कहती है। धीरे धीरे नदियाँ बहती है, तुम्हें पता
चीनी लेकर चींटी चलती है, चींटी रुकती है तो चीनी रुकती है, चींटी चलती है तो चीनी चलती है, चींटी चलती है। रास्ते में एक और चींटी मिल जाती है, देख के चीनी का दाना खिल जाती है, चीनी तो फिर चींटी होती है, चीनी तो फिर चींटी होती है, चीनी की दावत मीठी होती है, मीठी होती है, फिर चीनी चलती है, फिर खाकर चींटी चलती है। चीनी खाकर चींटी चलती है।
वो जो आम की टहनी है, कहानी कहनी है, वो जो आम की टहनी है। कहीं कहीं एक तोती है जो दिन भर बस सोती है, कहीं कहीं एक तोती है जो दिन भर बस सोती है। कोई उसे जागा दे तो बड़ी देर तक रोती है, कोई उसे जगा दे तो बड़ी देर तक रोती है। सभी परिंदे कहते हैं वो कुंभकर्ण की पोती है, सभी परिंदे कहते हैं वो कुंभकर्ण की पोती है, वो कुंभकर्ण की पोती है, वो कुंभकर्ण की पोती है। एक कहानी कही है वो जो आपकी कही है, एक कहानी कही है वो जो आपकी कही है। वही कहीं में तो सोती है जो दिन तक
कहाँ गई थी? अरे नीति पास में घास की तलाश में। चींटी ओ चींटी तू कहाँ गई थी? अरे नीति पास में चीनी की तलाश में। बिल्ली ओ बिल्ली तू कहाँ गई थी? अरे नीति पास में चूहे की तलाश में। चूहे ओ चूहे तू कहाँ गया था? अरे नीता पास में चिंदी की तलाश में। सांप ओ सांप तू कहाँ गया था? अरे नीता पास में चूहे की तलाश में। बाई और बाई तू कहाँ गई थी? अरे नीति पास में घास की तलाश में। कुत्ते ओ कुत्ते तू कहाँ गया था? अरे नीति पास में हड्डी की तलाश में।
Riga, passa, 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 passa.